കർത്താവായ യേശുക്രിസ്തുവിന് സകല മഹത്വവും നൽകിക്കൊണ്ട് ഫെയ്ത്ത് വോയിസ് 12ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 139 അധ്യായം 4 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുൻപേ അറിയുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നാമും പതറിപ്പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുൻപേ അറിയുന്ന കർത്താവായ യേശു നമ്മെ സഹായിക്കുവാനായി കാത്തു നിൽക്കുകയാണ്. തിരുവചനത്തിൽ നാം കാണുന്നു, ദൈവം തിരഞ്ഞെടുത്തു നയിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ ആവശ്യം എന്താണെന്ന് കണ്ട ദൈവം അവരെ സഹായിക്കുവാനായി കടന്നു വരികയാണ്. ഇസ്രായേൽ ജനങ്ങൾ ശൂർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ മാറ എന്ന സ്ഥലത്ത് എത്തി. അവർ ദാഹാർത്തരായി നിലവിളിച്ചു. എന്നാൽ അവർ കണ്ടെത്തിയ ജലം കയ്പുള്ളതായിരുന്നു. കയ്പേറിയ ജലം അവരുടെ മുൻപിൽ നിൽക്കുമ്പോഴും ആ ജലത്തെ മധുരമുള്ളതാക്കി തീർക്കുന്ന ഒരു തടിക്കഷ്ണം നേരത്തെ ദൈവം കരുതി വച്ചിരുന്നു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളിൽ നമുക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മ നാം കാണാതെ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയാൽ, നമ്മുടെ വിശ്വാസത്താൽ ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. നമ്മുടെ പ്രതികൂലങ്ങളെ മറികടക്കുവാനുള്ള ശക്തി, സാഹചര്യങ്ങൾ അവിടുന്ന് ഒരുക്കി തരും. അവിടുന്ന് നമ്മെ സഹായിക്കുന്ന നല്ല ദൈവമാണ്. സങ്കീർത്തന പുസ്തകം പറയുന്നു, 145:18 ഇങ്ങനെ വ്യക്തമാക്കുന്നു: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കാണുവാൻ തക്കവിധം നമ്മുടെ കണ്ണുകൾ തുറന്നു തരുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറന്നു തരണമേ. ഞാൻ നന്മയെ കാണട്ടെ, ഞാൻ എൻ്റെ അനുഗ്രഹത്തെ കാണട്ടെ. അങ്ങയെ കാണുവാൻ തക്കവിധം എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ഓ യേശുവേ, എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ 7 പൊൻവിളക്കിൻ നടുവിൽ. എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ 7 പൊൻവിളക്കിൻ നടുവിൽ. നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും. യേശുവേ സ്തോത്രം. ആമേൻ. ആമേൻ. യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതത്തിൽ കർത്താവേ,
അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണമേ. എൻ്റെ ഈശോയെ, അഗ്നിജ്വാല പോലെ ജ്വലിക്കുന്ന കണ്ണുള്ളവനെ, അങ്ങേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമം ഇന്നും എന്നും എപ്പോഴും മഹത്വപ്പെടട്ടെ. തലമുടിയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളോ, പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ ഓ എൻ്റെ ഈശോയെ, പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി, പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി. ആദ്യനും അന്ത്യനുമായ യേശുവേ, ആദ്യനും അന്ത്യനും യേശുവേ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും, ആമേൻ. യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, ഹല്ലേലൂയ. സൂര്യനേക്കാൾ ശോഭയുള്ളതാ എൻ്റെ യേശുവേ, എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, സൂര്യനേക്കാൾ ശോഭയുള്ളതാ. മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ, മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ. യേശുവേ, ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ, യേശുവേ. സ്തുതികൾക്ക് ഓ എൻ്റെ യേശുവേ, അങ്ങു മാത്രം യേശുവേ. കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദ്യനും അന്ത്യനുമായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോ, ആൽഫയും ഒമേഗയുമായ എൻ്റെ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടും. കർത്താവേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു സകല മക്കളെയും അവിടുന്ന് കാണണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രഭാവത്തിൽ പ്രാർത്ഥിക്കുന്ന സകലരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്തുതികൾക്ക് യേശുവേ, അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. ഇന്ന് ഇത് ശ്രവിക്കുന്ന സകലരുടെയും പ്രാർത്ഥന കർത്താവ് ശ്രവിക്കുകയും സകലരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.